ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ധർമ്മടം മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ആളാണ് അബ്ദുൾ റഷീദ് BP. 6 റൗണ്ടുകൾ എണ്ണിയപ്പോൾ അദ്ദേഹത്തിന് ലീഡും ഉണ്ടായിരുന്നു. ഒടുവിൽ 20,000-ഓളം വോട്ടുകൾക്ക് പിണറായി വിജയനോട് ഇദ്ദേഹം തോൽക്കുകയും ചെയ്തു. അബ്ദുൾ റഷീദിന്റെ ആ മികച്ച പ്രകടനത്തെ എല്ലാവരും പുകഴ്ത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈയിടെ ഈ തോറ്റ MLA കേരള രാഷ്ട്രീയത്തിലെ ഒരു കോമാളിയായി മാറാനുള്ള ശ്രമത്തിലാണ്. 6 റൗണ്ട് വരെ പിണറായിയെ പിന്നിലാക്കി എന്ന ഹീറോ ഇമേജ് വന്നപ്പോൾ ലോകം കീഴടക്കിയതുപോലെയാണ് പിന്നീടുള്ള ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ. ഇലക്ഷൻ സമയത്ത് പാർട്ടിക്കാർ ഉണ്ടാക്കിയ പോസ്റ്റുകളൊക്കെ ഇപ്പോഴും സ്വന്തം വാളിൽ BGMന്റെ അകമ്പടിയോടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ സംഭവിക്കുന്ന പോലെ കുറച്ച് ലീഗുകാർ അവിടെ എത്തി ലൈക്കുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസുകാർ പോലും ഇയാളുടെ പോസ്റ്റിൽ അത്രയ്ക്ക് താല്പര്യം കാണിക്കാറില്ല. ED അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ധർമ്മടത്തെ നാണം കെടുത്തരുത്, പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കുക, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാൻ CPM നേതൃത്വം തയ്യാറാവുക. ഇതാണ് അബ്ദുൾ റഷീദ് 27-ാം തീയതി ഇട്ട ഒരു പോസ്റ്റ്. അന്ന് തന്നെ നിരവധി പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്. അതിൽ മറ്റൊരെണ്ണത്തിൽ പറയുന്നത്, പിണറായി വിജയനോടാണ്, രാജിവെച്ച് ധർമ്മടത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടാതെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ച് വാങ്ങിയ കൈക്കൂലികൾക്കും അഴിമതി പണത്തിനും ജനങ്ങളോട് മാപ്പ് പറയുക. താങ്കൾക്ക് വോട്ട് ചെയ്ത ധർമ്മടത്തെ ജനം ഇപ്പോൾ താങ്കളെ ഓർത്ത് ലജ്ജിക്കുന്നുണ്ടാകും. ഇങ്ങനെ നിരവധി പോസ്റ്റുകളാണ് പിണറായി രാജിവെക്കാൻ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇടുന്നത്. ഇയാൾക്ക് കോൺഗ്രസുകാരോ ലീഗുകാരോ അടിയന്തരമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഇയാൾ MLA ആയിട്ടില്ല എന്നതാണ്. ഈ നാട്ടിൽ മുഖ്യമന്ത്രിമാരായിരുന്ന സ്റ്റാലിനും കേജ്രിവാളും മമതാ ബാനർജിയും ഒക്കെ തോറ്റിട്ടുണ്ട്. ഇവരുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ രാജീവും തോറ്റ് തൊപ്പിയിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് പിണറായി വിജയനോട് ഏതാണ്ട് 20,000 വോട്ടിന് തോറ്റിട്ടും ഈ കോമാളി ഷോ നമ്മൾ കാണേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിലെ ഇലക്ഷനുകളിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടെന്ന് ഇയാളെ ഏതോ ലീഗുകാരൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏഷ്യാഡിലും ഒളിമ്പിക്സിലുമൊക്കെ സ്വർണം നേടിയ താരത്തെ ഡോപ്പ് കേസുകളിലും മറ്റും അയോഗ്യനാക്കി പ്രഖ്യാപിച്ചാൽ രണ്ടാമത് എത്തിയ താരത്തിന് 1-ാം സമ്മാനമായ സ്വർണ്ണ മെഡൽ നൽകും. അതൊക്കെ ഓർത്തിട്ടാകാം എങ്ങനെയെങ്കിലും പിണറായിയെ അയോഗ്യനാക്കിയാൽ താൻ MLA ആകും എന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അബ്ദുൾ റഷീദ് അറിയാൻ വേറൊരു കാര്യം പറയാം. 2021 ഇടത് സർക്കാർ 2-ാം ടൈമിലേക്ക് മത്സരിക്കുന്നു. സ്വാഭാവികമായും 5 വർഷം ഭരിച്ച സർക്കാരിന് എതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ആ സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി മലയാളി സമൂഹത്തിൽ ഒരു ജീവിച്ചിരിക്കുന്ന വിശുദ്ധനായി അറിയപ്പെടുന്നു. എല്ലാ സമൂഹ മാധ്യമങ്ങളിലും സർവേകളിലും പോപ്പുലർ നേതാവ് ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി 50 വർഷങ്ങൾ തുടർച്ചയായി നീണ്ട തന്റെ വിജയത്തിന്റെ ആഘോഷ ലഹരിയിലായിരുന്നു. അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റുമുട്ടാൻ 31 വയസ്സ് മാത്രം പ്രായമുള്ള ജെയ്ക് സി തോമസ് വീണ്ടും വരുന്നത്. തോൽക്കാനായി ജയിച്ചവൻ ഇവൻ ജയിക്കല്ല തോൽക്കാണ് എന്നൊക്കെയുള്ള പരിഹാസങ്ങളുമുണ്ട്. അന്ന് അരനൂറ്റാണ്ട് കൊണ്ട് വികസനം മുരടിച്ച പുതുപ്പള്ളിയുടെ കഥ ജെയ്ക്ക് ജനങ്ങളോട് പറയുന്നു. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു. ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ വിശുദ്ധനായ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത് 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ്. അതോടെ ഇനിയൊരു അംഗം കൂടി നടന്നാൽ നാണം കെടുമെന്ന് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി ഇനി പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിക്കാൻ ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് 19,000-ൽ പരം വോട്ടുകൾക്ക് തോറ്റ അബ്ദുൾ റഷീദിന് കിട്ടുന്ന കയ്യടികൾ അന്ന് ജയിക്കിന് കിട്ടിയിട്ടില്ല. 55-ാം വർഷവും കഷ്ടപ്പെട്ട് ജയിച്ചു കയറിയ ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരുന്നു അന്നും കയ്യടികൾ. എല്ലാവർക്കും ജയിക്ക് എന്നും തോറ്റവൻ മാത്രമായിരുന്നു. അതുകൊണ്ട് ശ്രീമാൻ അബ്ദുൾ റഷീദ് അല്പം ഉളുപ്പുണ്ടെങ്കിൽ ഈ പിണറായി രാജിവെക്കണം എന്നുള്ള പോസ്റ്റർ ഒട്ടിപ്പ് ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ തയ്യാറാകണം.